ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വിപ്ലവം തീർത്ത മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇപ്പോൾ 40 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. പേഴ്സണൽ കമ്പ്യൂട്ടിംഗിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് 1985 നവംബർ 20-നാണ് വിൻഡോസിന്റെ ആദ്യ പതിപ്പായ വിൻഡോസ് 1.0 പുറത്തിറങ്ങിയത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അഥവാ GUI അവതരിപ്പിച്ച മൈക്രോസോഫ്റ്റിന്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇടപെടലിനെ അടിമുടി മാറ്റിമറിച്ചു. കമാൻഡ് ലൈനുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന MS-DOS യുഗത്തിൽ നിന്ന് ബിൽ ഗേറ്റ്സിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആശയങ്ങൾ ലളിതമായ ഒരു ലോകം തുറന്നു. ഇതോടെ മൗസ് ഉപയോഗിച്ച് ആപ്ലിക്കേഷനുകൾ തുറക്കാനും ഫയലുകൾ കൈകാര്യം ചെയ്യാനും വിൻഡോകൾ ക്രമീകരിക്കാനുമെല്ലാം സാധിച്ചു. ഇത് കമ്പ്യൂട്ടറുകൾ സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാക്കി മാറ്റി. കഴിഞ്ഞ 40 വർഷങ്ങൾ കൊണ്ട് 11 പതിപ്പുകളിലൂടെയാണ് വിൻഡോസ് കടന്നുപോയത്. 1995 പുറത്തിറങ്ങിയ വിൻഡോസ് 95 ആണ് ഇതിൽ വിപ്ലവം സൃഷ്ടിച്ചത്. ആദ്യമായി സ്റ്റാർട്ട് മെനുവും ടാസ്ക് ബാറും അവതരിപ്പിച്ചത് ഈ പതിപ്പിലായിരുന്നു. വിൻഡോസ് XP, വിൻഡോസ് 7, വിൻഡോസ് 10 തുടങ്ങിയ പതിപ്പുകൾ ലോകമെമ്പാടുമുള്ള വീടുകളിലും ഓഫീസുകളിലും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. 2021 പുറത്തിറങ്ങിയ വിൻഡോസ് 11 ആണ് ഏറ്റവും ഒടുവിലത്തെ പതിപ്പ്. നിലവിൽ AI, ChatGPT തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ കമ്പ്യൂട്ടിംഗിൽ വലിയ പ്രാധാന്യം വന്നതോടെ ഇവയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിൻഡോസിന്റെ അടുത്ത തലമുറ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മൈക്രോസോഫ്റ്റ്. AI അധിഷ്ഠിത കോപൈലറ്റ് പോലുള്ള ഫീച്ചറുകളിലൂടെയാകും വിൻഡോസിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. 4 പതിറ്റാണ്ടുകൾ നീണ്ട ഈ യാത്ര സാങ്കേതിക ലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്.